എന്നൊരു ഭാഗം. എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയിൽ കല്യാണം കഴിക്കാത്തവർ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ ഇപ്പോൾ കഴിച്ച അച്ഛന്മാർ, നിങ്ങൾ കല്യാണം കഴിക്കുന്നത് ഒരു വിഭാഗം ആൾക്കാർ, നിങ്ങൾ കല്യാണം കഴിക്കണ്ട, നിങ്ങൾ കല്യാണം കഴിക്കാതെ കല്യാണം കഴിച്ചവരെ നിയന്ത്രിക്കുക. എന്താണ് പള്ളിയുടെ അടിസ്ഥാനം? എന്താണ്? കല്യാണം കഴിച്ചവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളി, വേറെ ഒന്നുമില്ല അതിനകത്ത്. കല്യാണം കഴിച്ചവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പുരോഹിതന്മാർ. കാരണം അവരിൽ പ്രശ്നങ്ങളുണ്ടാകും. ഇതെല്ലാം കണ്ടു പഠിച്ചു. മനസ്സിലായി? 12 വർഷത്തെ പൗരോഹിത്യം എന്ന് പറയുന്നത് മനുഷ്യരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാണ്ട് വേറെ യാതൊന്നുമില്ല. ഈ വിവാഹം എന്ന് പറയുന്ന ചട്ടക്കൂട് പള്ളിയിൽ വെച്ച് നടത്തുന്നത്, അവിടെ കുറേ തീരുമാനങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്നും ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ വ്യക്തികൾക്കൊന്നും ഇതിൻ്റെ യാതൊന്നും അറിയത്തില്ല, അറിയാൻ പറ്റത്തില്ല ഒരിക്കലും. കാരണം അവിടെ വെറുതെ ശരീരത്തിൻ്റെ ലൈംഗികമായിട്ടുള്ള ചോദന ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സംവിധാനം വർക്ക് ചെയ്യുന്നത്. അത് വേറെ ഒന്നുമില്ല. അവിടെ ഒരു പ്രായമാകുമ്പോൾ ഒരു കുട്ടി, ഏതൊരു കുട്ടിയെ സമൂഹം വളർത്തുന്ന ഒരു കുട്ടിക്ക് യാതൊരു കാരണവശാലും ഒരു വ്യക്തതയുമില്ല. ഒരു 10, 25, 23, 22 വയസ്സ്, എത്ര വയസ്സായിക്കോട്ടെ, അപ്പോഴെല്ലാം ശരീരത്തിൻ്റെ ചൊവ്വയിൽ ആണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത് കൃത്യമായിട്ടറിയാം, പള്ളി സംവിധാനത്തിനറിയാം. എന്നുവെച്ചാൽ പുരോഹിതന്മാർക്ക് കൃത്യമായിട്ടറിയാം മനുഷ്യൻ്റെ ബലഹീനതകൾ എന്തൊക്കെയാണ്. അതുകൊണ്ട് പള്ളി നിലനിൽക്കും, പള്ളിക്ക് വരുമാനം ഉണ്ടാകും, ഒരു സംശയം വേണ്ട. പള്ളിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രക്രിയകളാണ് എന്തൊക്കെയാണ്? വിവാഹം, മരണം വരെ പള്ളിക്ക് വരുമാനമാണ്.